പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രേക്ഷിതനാണ് വിശുദ്ധ പൗലോസ്. അദ്ദേഹത്തോളം പ്രേക്ഷിത യാത്രകൾ ചെയ്ത മറ്റൊരു വ്യക്തി ഉണ്ടാവില്ല. അദ്ദേഹത്തോളം പീഡനങ്ങളേറ്റ, യേശുവിന് വേണ്ടി സഹിച്ച വ്യക്തികളും ചുരുക്കമായിരിക്കും. ഈ പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു സംഭവം ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ്. ഫിലിപ്പിയിലെ തടവറയിലുണ്ടായ ഒരു സംഭവം. അപ്പസ്തോല പ്രവർത്തനം 16-ാമത്തെ അധ്യായം 16 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് 2 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. 16-ാമത്തെ അധ്യായം 23-25 വാക്യങ്ങൾ. അവർ അവരെ വളരെയധികം പ്രഹരിച്ചതിന് ശേഷം കാരാഗൃഹത്തിലടച്ചു. അവർക്ക് ശ്രദ്ധാപൂർവം കാവൽ നിൽക്കാൻ പാറാവുകാരന് നിർദ്ദേശവും നൽകി. അവൻ കൽപ്പനപ്രകാരം അവരെ കാരാഗൃഹത്തിൻ്റെ ഉള്ളറയിലാക്കി കാലുകൾക്ക് ആമം വെച്ചു. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി കർത്താവിനെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. ഒരു കാരണവശാലും കീർത്തനം പാടി സ്തുതിക്കാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല അവരുടേത്. അതിക്രൂരമായ വിധം അവർ തല്ലുകൊണ്ടതാണ്. യഹൂദരെ സംബന്ധിച്ച് ചാട്ടകൊണ്ടോ വടികൊണ്ടോ അടിക്കുകയാണെങ്കിൽ 40 അടിയേ പാടുള്ളൂ എന്ന നിർബന്ധമുണ്ട്. 40 തന്നെ ആവശ്യത്തിന് മിച്ചമാകും. അതുകൊണ്ട് പലപ്പോഴും 40-1 കുറച്ച് 39 തവണ അടിക്കാറുള്ളൂ. പക്ഷേ റോമക്കാർക്ക് ഇങ്ങനെയൊരു നിയമമൊന്നുമില്ല. അടിച്ച് തല്ലിച്ചതയ്ക്കുകയാണ്. അങ്ങനെ അടിച്ച് തകർത്ത് ദേഹം മുഴുവനും തല്ലിച്ചതച്ച് ഒറ്റ വ്രണമാക്കി തടവറയിൽ അടയ്ക്കപ്പെട്ട പൗലോസും സീലാസുമാണ് അർദ്ധരാത്രിയിലും കർത്താവിന് സ്തുതിഗീതങ്ങൾ പാടുക. തികച്ചും അസാധാരണമെന്ന് തോന്നാവുന്നൊരു സംഭവം. എന്തിനു വേണ്ടിയാണ് ഇവരെ തടവറയിലാക്കിയത്? എന്തെങ്കിലും കുറ്റം ചെയ്തതിൻ്റെ പേരിലായിരുന്നില്ല. റോമക്കാരുടെ ഒരു പ്രധാന കോളനിയായിരുന്നു ഫിലിപ്പി. അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായ ഫിലിപ്പ് രണ്ടാമനാണ് ഈ പട്ടണം സ്ഥാപിച്ചത് BC 356. അതിനാൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഫിലിപ്പി എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇവിടെയാണ് പൗലോസ് ആദ്യമായി യൂറോപ്പിൽ സുവിശേഷം പ്രസംഗിച്ചു സഭ സ്ഥാപിച്ചത്. പട്ടുവിൽപ്പനക്കാരിയായ ലീദിയയാണ് അവിടുത്തെ ആദ്യത്തെ മാനസാന്തരം സ്വീകരിച്ച ആദ്യത്തെ വ്യക്തി. കുറേ ദിവസങ്ങൾ ഫിലിപ്പിയിൽ പൗലോസ് സുവിശേഷം പ്രസംഗിച്ചു. പൗലോസിൻ്റെ പിന്നാലെ നടന്ന് ഒരു അശുദ്ധാത്മാവ് ബാധിച്ച പെൺകുട്ടി, ഇവർ സത്യദൈവത്തിൻ്റെ ആളുകളാണ്, ഇവർ പറയുന്നത് സുവിശേഷമാണ് എന്ന് പറഞ്ഞ് യേശുവിന് സാക്ഷ്യം വഹിക്കുന്നത് ഒരു ശല്യമായി പൗലോസിന് തോന്നിയപ്പോൾ പൗലോസ് തിരിഞ്ഞ് ആ സ്ത്രീയെ ശാസിച്ചു, അഥവാ സ്ത്രീയിലുണ്ടായിരുന്ന ആത്മാവിനെ. അശുദ്ധാത്മാവ് അവളെ വിട്ടുപോയി. അതോടുകൂടി ഈ സ്ത്രീക്കുണ്ടായിരുന്ന അസാധാരണമായ ശക്തി നഷ്ടപ്പെട്ടു. ഭാവി പറയാൻ കഴിവുള്ള ഒരാത്മാവ് അവളെ ബാധിച്ചിരുന്നുവെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഭാവി പറയാൻ കഴിവുണ്ട് എന്ന ധാരണയിൽ ആ സ്ത്രീ പറയുന്നതെല്ലാം വിശ്വസിച്ച ജനങ്ങൾ ഈ സ്ത്രീയുടെ മാനേജർമാർക്ക് കാശ് കൊടുത്തിരുന്നു. എന്ന് പറഞ്ഞാൽ ജനത്തെ കബളിപ്പിക്കാനായിട്ട് ചില അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുകയും ഈ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പേരിൽ വലിയ സാമ്പത്തിക ലാഭമുണ്ടാക്കുകയും ചെയ്തിരുന്ന വ്യക്തികൾ പൗലോസിൻ്റെ സുവിശേഷ പ്രഘോഷണത്തോടുകൂടി തങ്ങളുടെ ലാഭം നഷ്ടമാകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ പൗലോസിനെതിരെ തിരിഞ്ഞു. ഇതാണ് പൗലോസിനെ തടവറയിലാക്കാനുള്ള കാരണം. ഇന്നും ക്രൈസ്തവ സമൂഹത്തിനെതിരെ നല്ല വിഭാഗം ആളുകൾ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും തിരിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവർ എന്തെങ്കിലും അധർമ്മം പ്രവർത്തിക്കുന്നതിൻ്റെ പേരിലല്ല. യേശുവിൻ്റെ സുവിശേഷം കടന്നു വരുന്നതോടുകൂടി മനുഷ്യന് മനുഷ്യത്വത്തെക്കുറിച്ച് അവബോധമുണ്ടാകുന്നു. തങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച്, അവകാശങ്ങളെക്കുറിച്ച്. തങ്ങൾ അടിമകളാകേണ്ടവരല്ല, തങ്ങൾ ദൈവത്തിന് മുഖം വഹിക്കുന്ന മനുഷ്യരാണെന്നുള്ള അവബോധത്തിലേക്ക്, ആ മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ അവബോധത്തിലേക്ക് ഉയരുമ്പോൾ അവരെ കൊണ്ട് അടിമ ചെയ്യിച്ചിരുന്നവർക്ക് പലതും നഷ്ടമാകുന്നു. ഇങ്ങനെ സമൂഹത്തിലുണ്ടാകുന്ന ഈ വലിയ ഉയർത്തെഴുന്നേൽപ്പ്, അടിമകളുടെ ഉയർത്തെഴുന്നേൽപ്പ്, അധകൃതരുടെ ഉയർത്തെഴുന്നേൽപ്പ് ഭീഷണിയായി കരുതുന്ന സാമ്പത്തിക സാമുദായിക ശക്തികൾ സംഘടിതമായി സഭയ്ക്കെതിരെ തിരിയുന്നതിൻ്റെ ഉദാഹരണമാവാം കാണ്ടുമാൽ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഉയരുന്നത്. ക്രിസ്ത്യാനികൾക്കെതിരെ ഉയരുന്ന വലിയ പ്രതിഷേധത്തിൻ്റെയും പീഡനത്തിൻ്റെയും ഒക്കെ കാരണം ഇവിടെ കാണാം. തടവറയിൽ അടയ്ക്കപ്പെട്ട പൗലോസിനെ തടവറയിലടച്ചു. പക്ഷേ പൗലോസ് അതിൽ യാതൊരു പ്രതിഷേധവുമില്ല. പൗലോസിന് ദുഃഖമില്ല, സങ്കടവുമില്ല. രാത്രി മുഴുവനും സ്തുതിച്ചു പാടുകയാണ്. തല്ലുകൊള്ളാൻ സാധിച്ചതിൽ സന്തോഷിക്കുക. അവിടെ ഒരു പ്രൊട്ടസ്റ്റ് മാർച്ച് നടത്തുന്നില്ല, പ്രതിഷേധ പ്രകടനത്തിന് വേണ്ടി ആരും പോകുന്നില്ല. പൗലോസും സീലാസും തടവറയിൽ അർദ്ധരാത്രിയിലും ദൈവത്തെ സ്തുതിക്കുക. ആ സ്തുതിപ്പാണ് വാസ്തവത്തിൽ ജനങ്ങൾക്കൊരു സാക്ഷ്യമായി മാറിയത്. ഈ പീഡനത്തിൻ്റെ മുമ്പിൽ പ്രതികരിക്കുന്നത് എപ്രകാരം? പീഡകർ ചെയ്യുന്നത് പോലെ തന്നെ പീഡിപ്പിക്കുന്നവർ ചെയ്യുന്നത് പോലെ അങ്ങോട്ടും പ്രതികരിച്ചാൽ, ഒരു ചെകിടത്തടിക്കുന്നവർ മറ്റു ചെകിടത്തടിച്ചാൽ അതൊരു ക്രിസ്തീയമായ പ്രതികരണമല്ല. പക്ഷേ ഇവിടെ ഈ പീഡനങ്ങൾക്ക് മധ്യത്തിലും ദൈവത്തെ സ്തുതിച്ചത് തടവറക്കാർക്ക് സാക്ഷ്യമായി. മാത്രമല്ല, ദൈവം അവിടെ ഇടപെട്ടു എന്ന് ഓർക്കുക.
ഈ സ്തുതിപ്പിൻ്റെ മധ്യത്തിലാണ് ഭൂമി കുലുങ്ങി, തടവറയുടെ വാതിലുകൾ തുറന്നു, ചങ്ങലകൾ അഴിഞ്ഞു. തടവറയുടെ കാവൽക്കാരൻ ഭയാക്രാന്തനായി പൗലോസിന് മുമ്പിൽ വന്ന് മുട്ടുകുത്തി ചോദിച്ചു, യജമാനന്മാരെ, രക്ഷപ്പെടാൻ ഞങ്ങൾ എന്തു ചെയ്യണം? പൗലോസിൻ്റെ ഈ പ്രാർത്ഥന, പൗലോസിൻ്റെ ഈ സ്തുതിപ്പ്, കർത്താവിലുള്ള വിശ്വാസം തടവറയിലുണ്ടായിരുന്നവരുടെയും തടവറ കാവൽക്കാരുടെയും മോചനത്തിന്, വിശ്വാസത്തിലേക്ക് കടന്നുവരവിന് ഒരു സാഹചര്യമൊരുക്കി. അത് പറ്റിയ സാക്ഷ്യമായി തീർന്നു. ഇന്നും ഇത് തന്നെ സംഭവിക്കണം. സഭയ്ക്കെതിരെ, വിശ്വാസത്തിനെതിരെ പീഡനങ്ങളുണ്ടാകുമ്പോൾ പ്രതികരിക്കേണ്ടത് പ്രാർത്ഥനയിലൂടെയാണ്. കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവത്തെ സ്തുതിക്കുക. അവിടെ അത്ഭുതങ്ങളുണ്ടാകും, ചങ്ങലകൾ അഴിയും, വിശ്വാസം പ്രചരിക്കും. ഇപ്രകാരമുള്ള വിശ്വാസ സാക്ഷ്യമാണ് ക്രൈസ്തവ സാക്ഷ്യം. ഇതാണ് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനം എന്നെനിക്ക് തോന്നുന്നു. അതിനുള്ള കൃപ തമ്പുരാൻ നമുക്ക് നൽകട്ടെ.